ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലിസി. ഞാൻ കൊല്ലം ജില്ലയിൽ പത്തനാപുരം എന്ന സ്ഥലത്തു നിന്നാണ് ഇവിടെ വരുന്നത്. ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ ഒക്ടോബർ മാസം 2024 ഒക്ടോബർ മാസം 31-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഈ ദേവാലയത്തിൽ വരുന്നത്. ഇതിനു മുമ്പ് വരാൻ ഒത്തിരി കാരണങ്ങളുണ്ടായിരുന്നു. ഒത്തിരി പ്രതീക്ഷയോടാണ് ഞാൻ ആദ്യമേ ഇവിടെ എത്തിയിരുന്നത്. ആദ്യം വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ആദ്യം ഈ പത്രം കിട്ടിയിരുന്ന സമയം മുതലേ എനിക്കിവിടെ വരണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആ സമയങ്ങളിലൊന്നും എനിക്കത് സാധിച്ചിരുന്നില്ല. എന്നാൽ ദൈവഹിതം എന്ന പോലെ ഒക്ടോബർ മാസം 31-ാം തീയതി 2024 ഒക്ടോബർ മാസം 31-ാം തീയതി ഞാനിവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടി പ്രകാരം 3 വിഷയങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ മാതാവിൻ്റെ തിരുക്കരങ്ങളിൽ ഞാൻ സമർപ്പിച്ചു. ആ 3 എണ്ണത്തിനും മാതാവ് എനിക്ക് അനുഗ്രഹം നൽകി എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒന്നാമത്, എൻ്റെ ഭർത്താവിന് പെയിൻറ്റിങ് ജോലിയായിരുന്നു. പെയിൻറ്റിങ് ജോലിയിരുന്ന സമയത്ത് കഴിഞ്ഞ വർഷം 2024 ഏവർക്കും അറിയാവുന്ന പ്രകാരം ഭയങ്കര ചൂടിൻ്റെ അനുഭവമായിരുന്നു. ജോലി കഴിഞ്ഞ് വരുമ്പോൾ മുഖത്തിൻ്റെ ഭാഗങ്ങൾ, കൈയെല്ലാം ഭയങ്കര ചൊറിച്ചിലായിരുന്നു. അലർജിക്ക് ഹോസ്പിറ്റലിൽ പോവുകയും അതിന് മരുന്ന് കഴിക്കുകയും ചെയ്തു. എന്നാൽ അതിനൊരു കുറവും സംഭവിച്ചില്ല. ആ സമയങ്ങളിലെല്ലാം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 17 വർഷമായിരുന്നു. ഞാൻ ആ സമയം മുതൽ പ്രാർത്ഥിച്ച ഒരു വിഷയമാണ് സ്ഥിരമായ ഒരു ഉപജീവന മാർഗം ദൈവമേ ഞങ്ങൾക്ക് തരണമേ എന്നായിരുന്നു. എന്നാൽ ഉടമ്പടി എടുത്ത് ഞാനിവിടുന്ന് പോയി 2 ആഴ്ചയ്ക്കുള്ളിൽ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ഒരു കാർഡ് വരികയും അടുത്ത ദിവസം തന്നെ അവിടെ പോകണമെന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം ആ സമയത്ത് പേപ്പറുകളെല്ലാം എംപ്ലോയ്മെൻറ്റിൽ വന്ന് കൊടുത്തു. തുടർന്ന് 2025 ഫെബ്രുവരി മാസം ലാസ്റ്റ് ആഴ്ചയിൽ കടയ്ക്കൽ ESI ഹോസ്പിറ്റലിൽ ഗവൺമെൻറ്റിൽ ഒരു ജോലി ലഭിക്കാനും മാതാവ് സഹായിച്ചു. ഓർക്കുക, 50-ാമത്തെ വയസ്സിലും മാതാവ് പ്രവർത്തിക്കാൻ ശക്തിയെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഭർത്താവിന് 50 വയസ്സുണ്ട്. ആ സമയങ്ങളിലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ലഭിച്ചതെന്ന് ഞാൻ അത്ര വിഷമത്തോടു കൂടിയായിരുന്നു ഞാനിവിടെ ഉടമ്പടി എഴുതി കൊടുത്തു. മാതാവിൻ്റെ സന്നിധിയിൽ കണ്ണുനീരൊഴുക്കുകയും ചെയ്തു. മാതാവ് എനിക്കതിന് ഫലം തരികയും ചെയ്തു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവോളം എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. കൂടാതെ എൻ്റെ മകനായി സമയം കഴിഞ്ഞ വർഷം 10-ാം ക്ലാസ്സിലായിരുന്നു. 10-ാം ക്ലാസ്സിൽ 2000 കുട്ടികളോളം പഠിക്കുന്ന ഒരു സ്കൂളിൽ ഞാൻ ആ സ്കൂളിൽ ഉച്ചഭക്ഷണം വെക്കുന്ന ജോലിയാണ് എനിക്കുള്ളത്. ആ ക്ലാസ്സിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ടീച്ചേഴ്സ് വിളിച്ചറിയിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഓണപ്പരീക്ഷയ്ക്ക് സമയത്ത് എല്ലാ വിഷയത്തിനും തോറ്റെന്ന് എൻ്റെ ക്ലാസ് ടീച്ചേഴ്സ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു. അവനും പറഞ്ഞ അമ്മേ നമുക്ക് എത്രയും വേഗം കൃപാസനത്തിൽ പോകണം, പ്രാർത്ഥിച്ചല്ലാതെ ഇനി പറ്റത്തില്ല. എന്നോടൊപ്പം ഞങ്ങൾ 3 പേരും കൂടെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ക്രിസ്തുമസ് പരീക്ഷയായപ്പോൾ ഓണപ്പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിനും തോറ്റ വ്യക്തി ആ വിഷയത്തിന് മിക്ക വിഷയങ്ങൾക്കും ക്രിസ്തുമസ് പരീക്ഷയിൽ പാസ്സാകുവാനും കൂടാതെ വലിയ പരീക്ഷയിൽ ഏറ്റവും പാടുള്ള വിഷയത്തിന് A+ഉം Aയും ലഭിക്കാനും സ്വർഗത്തിൽ ദൈവം ഇടയാക്കി. അത് മാതാവിൻ്റെ കൃപയൊന്ന് മാത്രമാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ പരീക്ഷയ്ക്ക് പോകുമ്പോഴും എല്ലാം ഞാൻ ചെയ്തിരുന്നത് കാശ് രൂപം അവൻ്റെ കയ്യിൽ കൊടുത്തു വിടുമായിരുന്നു.
അവന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് കാണുമായിരുന്നു. ആ സമയങ്ങളിലെല്ലാം പരീക്ഷ തുടങ്ങിയ സമയം മുതൽ ആ പരീക്ഷ തീരുന്ന സമയം വരെയും മാതാവിൻ്റെ സന്നിധിയിൽ ജപമാല ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നുമായിരുന്നു. മാതാവിൻ്റെ കൃപയൊന്ന് മാത്രമാണെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. അതുപോലെ ഉപ്പ് ആദ്യ ദിവസങ്ങളിൽ തന്നെ ഞാൻ അവൻ്റെ ക്ലാസ്സിൽ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് നീ ഇടണം, പ്രാർത്ഥിച്ചതിന് ശേഷം ഇടണം, ഈ സ്കൂളിൽ നിന്ന് ജയിച്ച് മാത്രമേ ഞാൻ പുറത്തു പോവുകയുള്ളൂ എന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതും അതുപോലെ ചെയ്തു. അങ്ങനെ 10ാം ക്ലാസ്സിൽ വിജയം ലഭിക്കുവാൻ മാതാവിൻ്റെ അനുഗ്രഹത്താൽ സാധിച്ചു. കൂടാതെ എൻ്റെ വീട് മൊത്തം പണി തീരാതെ കിടക്കുകയായിരുന്നു. 11 വർഷമായിട്ട് പണി തീരാതെ വീടിൻ്റെ അതെന്തു ചെയ്യണമെന്ന് അറിയാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഏത് രൂപത്തിൽ ചെയ്യും? കടങ്ങളുണ്ട്, എന്നെക്കൊണ്ട് യാതൊരു നിവൃത്തിയില്ലായിരുന്നു. അത് ചെയ്യണമെങ്കിൽ നല്ല പൈസയാവുമെന്ന് എനിക്കറിയാം. സ്കൂളിൽ നിന്ന് പലപ്പോഴും ഞാൻ വരുമ്പോൾ സ്കൂളിലെ ആ വെള്ളമെല്ലാം ഉപയോഗിച്ച് എൻ്റെ കാല് വീടിൻ്റെ സൈഡെല്ലാം പൊട്ടുമായിരുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തറ പരുക്കനായിട്ടിരിക്കുവാണ്. എനിക്ക് നടക്കാൻ വയ്യാത്തൊരവസ്ഥയെങ്കിലും ദൈവസന്നിധിയിൽ വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. ഈ വിഷയവും ഞാൻ ഉടമ്പടി വെച്ചിരുന്നു. മാതാവിൻ്റെ കൃപയെന്ന് പറയട്ടെ, ഇവിടെ ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങളെ ഒരു വ്യക്തി, എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാർ, ഞങ്ങളെ ചെറിയ രീതിയിലൊന്ന് സഹായിക്കാം എന്നേ പറയുകയും അവർ അതിനുള്ള കാര്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ ഏപ്രിൽ മാസം അവർ പൈസ തരികയും ബാക്കിയുള്ള പൈസ ഞങ്ങൾ റെഡിയാക്കുകയും ചെയ്തു. അങ്ങനെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ മാതാവ് സഹായിക്കുകയും ചെയ്തു. ഈ 3 അനുഗ്രഹങ്ങൾക്ക് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. മാതാവിനാൽ കഴിയാത്തതൊന്നുമില്ല. ആ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകുന്നു. കൂടാതെ പ്രാർത്ഥനകൾക്ക് ഞാൻ മുടക്കം വരുത്തുകയില്ലായിരുന്നു. പ്രാർത്ഥന കൂടി മാത്രമേ ആവശ്യങ്ങൾ കർത്താവ് സാധിച്ചു തരുമെന്ന് പൂർണ്ണ വിശ്വാസവും ബോധ്യവും എനിക്കറിയാം. മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ജപമാലയായിരുന്നു എനിക്ക് ഏറ്റവും ആശ്രയം. മാതാവിൻ്റെ സന്നിധിയിൽ വെച്ച വിഷയത്തിന്മേൽ പ്രവർത്തിപ്പാൻ മാതാവ് വലിയ പ്രവർത്തിച്ചു. അതിന് സാക്ഷിയായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ കൂടാതെ ഇവിടുന്ന് ലഭിക്കുന്ന പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും എനിക്ക് മാതാവ് നൽകിയ അനുഗ്രഹങ്ങൾ അവരോട് പറയുവാനും അവരെ എൻ്റെ മാതാവിൻ്റെ സ്ഥലത്ത് സാക്ഷിയായി ഓരോരുത്തരുടെ മുമ്പിൽ കാണുവാനും ദൈവം ഇടയാക്കി. അത് ഞാൻ അവരോട് പറയുകയും ചെയ്തിരുന്നു. കൂടാതെ എന്നാൽ കഴിയുന്ന സഹായം ആഴ്ചതോറും എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ചെറിയ വിഹിതമെങ്കിലും ഒരു വ്യക്തിക്കെങ്കിലും ഞാൻ കൊടുക്കാൻ മടി കാണിച്ചിരുന്നില്ല. കൂടാതെ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. അതിനെയൊക്കെ അടക്കി നിർത്തുവാൻ മാതാവ് കൃപ നൽകി. ഇതിനെല്ലാം ഞാൻ എത്ര നന്ദി പറയുമെന്ന് എനിക്കറിയില്ല. മാതാവ് എനിക്ക് നൽകി തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ സമയം നന്ദിയുള്ളതായി കാണപ്പെടുന്നു. ആദ്യ പുതുക്കലിന് വരുന്ന സമയം ഇതെല്ലാം പറയണമെന്നുണ്ടായിരുന്നു, അപ്പോൾ സാധിച്ചില്ല. എങ്കിലും മാതാവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് തുടർന്നും നിരന്തര സാക്ഷിയായി തീരുവാൻ എന്നെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിൻ്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ താണിരുന്നുകൊണ്ട് മാതാവ് എനിക്ക് നൽകി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷിയിൽ നിന്നിരിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 5-ാം അധ്യായം 15-ാം തിരുവചനം. വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. യേശുവിൽ പ്രിയമുള്ളവരെ,
ലിസിയുടെ സങ്കടം കേൾക്കുമ്പോൾ നമ്മുടെയും ഹൃദയങ്ങൾ പൊടിയുകയാണ്. ലിസി പറഞ്ഞത് വിവാഹം കഴിഞ്ഞ് വന്ന മുതൽ അദ്ദേഹത്തിനൊരു പെയിൻറ്റിങ് പണിയായിരുന്നു. കുടുംബനാഥന് ഉണ്ടായിരുന്ന ഒരു പെയിൻറ്റിങ് പണിയാണ്. ആ പെയിൻറ്റിങ് പണി ചെയ്തതുകൊണ്ട് അതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ചൂട് കൊണ്ട് മുഖത്ത് പാടുകളും കൈകളിൽ പാടുകളും പൊള്ളലേൽക്കുന്നെന്ന്. ആ വേദന ആ ലിസി ഹൃദയത്തിൽ കൊണ്ടിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഒരു സ്ഥിരം വരുമാനം കുടുംബജീവിതത്തിൽ ഞങ്ങൾക്ക് തരണമേ. കുടുംബത്തെ പോറ്റാനാണല്ലോ അദ്ദേഹം ഇത്രയും വേദന സഹിക്കുന്നത്. അതുകൊണ്ട് അമ്മ ഒരു നല്ല ജോലി തരണമെന്ന് ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ അദ്ദേഹം വെച്ചു പ്രാർത്ഥിച്ചു. അമ്മ കൈവിട്ടില്ല. എംപ്ലോയ്മെൻറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പല കാർഡുകളും വന്നിട്ടൊന്നും വിളിച്ചില്ല. അദ്ദേഹത്തിന് 50 വയസ്സ് പ്രായമുണ്ട്. ഇനിയൊന്നും കിട്ടത്തില്ലെന്നാം പറഞ്ഞവരിയ്ക്കുമ്പോൾ അമ്മ മാതാവ് ആ കണ്ണുനീര് ഏറ്റെടുത്തു. കാനായിലെ കല്യാണ വിരുന്നിൽ അവരുടെ ദുഃഖം അമ്മ ഏറ്റെടുത്തതുപോലെ ഈ ലിസിയുടെ കുടുംബത്തിൻ്റെ കണ്ണുനീര് അമ്മ ഏറ്റെടുത്തു. തമ്പുരാനോട് പറഞ്ഞു. അങ്ങനെ ആ പ്രായം നോക്കാതെ അദ്ദേഹത്തിന് ജോലി ശരിയായി കിട്ടി. വലിയൊരു സാക്ഷ്യമാണ് അമ്മ കൊടുത്തത്. അമ്മയുടെ മുന്നിൽ കണ്ണുനീരിടുന്നവരെ അമ്മ ഒരിക്കലും കൈവിടില്ലെന്ന് ലിസിയിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. അത് വലിയ സാക്ഷ്യം തന്നെയാണ്. ഉടമ്പടിയിൽ നിൽക്കുന്ന മക്കളെ ഒരിക്കലും അമ്മ കൈവിടില്ലെന്ന് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിച്ചു. പിന്നീട് രണ്ടാമത്തത് കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ്. അവൻ 9ാം ക്ലാസ്സിൽ ക്രിസ്മസ് പരീക്ഷയ്ക്കെല്ലാം തോറ്റിരുന്നു. ലിസി അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നതാണ് ആ സ്കൂളിൽ. 2000-ലധികം കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. അവരുടെ മുന്നിൽ അവരുടെ ടീച്ചേഴ്സ് വന്നിട്ട് പറയും, ലിസിയുടെ മോൻ തോറ്റുപോയിരിക്കുകയാണ്. അവളുടെ വേദന, ആ ലിസി മോളുടെ വേദന അമ്മ കണ്ടു. അമ്മയോട് പറഞ്ഞമ്മേ, എനിക്ക് അമ്മ മാത്രമല്ലേ ഉള്ളൂ, ഞാൻ ഉടമ്പടി എടുത്ത ആളല്ലേ, എൻ്റെ മോനെ ജയിപ്പിച്ചു തരണം ഈ സ്കൂളിൽ നിന്ന്. ജപമാല ചൊല്ലിയും ദിവ്യബലിയിൽ പങ്കെടുത്തും കുമ്പസാരിച്ചും കാരുണ്യപ്രവൃത്തി ഒരു ദിവസം പോലും ഒരാൾക്കെങ്കിലും അല്പം ഭക്ഷണമോ വസ്ത്രമോ സാമ്പത്തികമോ കൊടുക്കാൻ മടിക്കാതെ അവരത് ചെയ്തപ്പോൾ ആ മോനെയും മഹത്വപ്പെടുത്തി തൻ്റെ പുത്രനിലൂടെ പരിശുദ്ധ അമ്മ പറഞ്ഞ്. ഇതാണ് ഉടമ്പടിയിൽ വെച്ച രണ്ടാമത്തെ നിയോഗം. മൂന്നാമത്തത് 11 വർഷമായിട്ട് വീട് ശരിയാക്കാൻ സാധിക്കുന്നില്ല. അവരുടെ സാമ്പത്തിക മേഖലകളെല്ലാം പുറകിലാണ്. അവർക്ക് ആരെങ്കിലും സഹായിക്കാതെ വീടിൻ്റെ മെയിൻ്റനൻസ് തീർത്ത് അവർക്ക് കയറി കിടക്കാൻ സാധിക്കില്ല. മഴക്കാലത്ത് വീടുകളിൽ കയറി ചെല്ലുമ്പോൾ, ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരുടെ കാലിൽ വെള്ളമായിരിക്കും വീട്ടിൽ നിന്നുണ്ടാകുന്നത്. അത് മാറ്റിത്തരണമെന്ന് പരിശുദ്ധ അമ്മയോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിനും അവർ പത്രം ഓരോ വീടുകളിലും കൊണ്ടുവന്ന് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തെന്ന്. ഇവിടെ നിന്ന് കിട്ടിയ പത്രം പ്രാർത്ഥിച്ച് എല്ലാവർക്കും കൊടുത്തപ്പോൾ അവർക്ക് അത് ഒരു അനുഗ്രഹമാക്കി മാറ്റി അമ്മ. ഉടമ്പടി എടുക്കുന്നവരെ ഇങ്ങനെയാണ് അമ്മ അനുഗ്രഹിക്കുന്നത്. ഉടമ്പടിയിൽ കൃത്യമായിട്ട് നിന്നപ്പോൾ, ശ്രദ്ധിച്ച് നിന്നപ്പോൾ അമ്മ കൈവിട്ടില്ല, ഒരിക്കലും വിടില്ല. അങ്ങനെയുള്ളവരെ അമ്മ ചേർത്ത് നിർത്തും. അമ്മയുടെ അങ്കിയാൽ പൊതിഞ്ഞു നിർത്തും. തൻ്റെ പുത്രനോട് അവർക്ക് വേണ്ടി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അവരെന്ത് കാര്യം പരിശുദ്ധ അമ്മയോട് കരഞ്ഞുകൊണ്ട് പറയുന്നോ അതമ്മ ഉടനെ സാധിച്ചു കൊടുക്കുമെന്ന് ഈ കുടുംബം നമ്മുടെ ആൾത്താരയിൽ ഇപ്പോൾ പറഞ്ഞ സാക്ഷ്യമാണ്. ഇതിന് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾക്ക് ഈശോ വഴി നന്ദി പറയാം. അമ്മ കൊടുത്ത ഓരോ കൃപകൾക്കും അമ്മേ, പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഞങ്ങൾ കരങ്ങളടിച്ച് നന്ദി പറയുന്നു. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.